ഡാർവിനിൽ പുതുചരിത്രം പിറവിയെടുത്തിരിക്കുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിലെ അട്ടിമറി ജയത്തോടെ, സ്വപ്ന ജയത്തോടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് വീണ്ടും ഒരു ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ഓസീസിനെ അവരുടെ നാട്ടിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് 9 വിക്കറ്റിൻ്റെ ജയവുമായാണ് ബംഗ്ലാദേശ് ഡാർവിനിലെ മറാറ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ നിന്ന് മടങ്ങുന്നത്. സമീപകാലത്ത് ഓസ്ട്രേലിയ അവരുടെ നാട്ടിൽ ഇത്രയും കനത്തൊരു പരാജയം നേരിട്ടിട്ടില്ല. ഇത്ര ആധിപത്യത്തോടെ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നൊരു സംഘത്തെ നമ്മൾ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ല. അത്ര മനോഹരമായാണ് കളിയുടെ തുടക്കം മുതൽ തന്നെ ബംഗ്ലാദേശ് കളിച്ചു വിജയിച്ചത്. ഇപ്പോഴിതാ 2 ടെസ്റ്റുകളടങ്ങിയ പരമ്പരയിൽ ആദ്യ ജയത്തോടെ അവർ അവരുടെ വരവറിയിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു നല്ല സാന്നിധ്യമായി ഉണ്ടാകുമെന്ന പ്രഖ്യാപനം കൂടി ബംഗ്ലാദേശ് നടത്തുന്നുണ്ട്. ഒട്ടേറെ റെക്കോർഡുകളും ഈ മത്സരത്തോടെ ബംഗ്ലാദേശ് സ്വന്തമാക്കിയിട്ടുണ്ട്. അതായത് ഏറ്റവും കുറഞ്ഞ മത്സരങ്ങളിൽ നിന്ന് ഓസീസ് മണ്ണിൽ വിജയം കുറിക്കുന്ന ഏഷ്യൻ ടീമായി ബംഗ്ലാദേശ് മാറി. ഇംഗ്ലണ്ട് കഴിഞ്ഞാൽ ഏറ്റവും അതിവേഗം ഓസീസ് മണ്ണിൽ വിജയിക്കുന്ന ടീമായും ബംഗ്ലാദേശ് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഓസീസ് മണ്ണിലെ കളിച്ച 3-ാം മത്സരം തന്നെ അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു ചരിത്രം ഇന്ത്യക്ക് പോലും അത്ര വേഗത്തിൽ ഓസീസിനെ അവരുടെ മണ്ണിൽ പരാജയപ്പെടാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഓസീസ് മണ്ണിൽ ഒരു വൻ വിജയത്തോടെ, ഒരു സ്വപ്ന വിജയത്തോടെ ബംഗ്ലാദേശ് അവരുടെ വരവറിയിച്ചിരിക്കുന്നു. വിജയത്തോടെ ഒരു ചരിത്രം കുറിച്ചാണ് ഡാർവിനിലെ മറാറ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് ബംഗ്ലാദേശ് മടങ്ങുന്നത്. നമ്മൾ മത്സരത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ ഇന്നിങ്സ് മുതൽ 198 റൺസിനാണ് ആദ്യ ഇന്നിങ്സിൽ ഓസീസിനെ അവർ എറിഞ്ഞിടുന്നത്. അതിനുശേഷം 2-ാം ഇന്നിങ്സിൽ അതിഗംഭീരമായി 426 റൺസ് അടിച്ചെടുക്കുന്നു. 228 റൺസിൻ്റെ ലീഡ് സ്വന്തമാക്കുന്നു. അങ്ങനെ അവിടെ തന്നെ ബംഗ്ലാദേശ് പൂർണ്ണമായ ആധിപത്യ മത്സരത്തിൽ പുലർത്തി കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് അവരുടെ ഓസീസിൻ്റെ 2-ാം ഇന്നിങ്സ് അവരുടെ 254 റൺസിന് 2-ാം ഇന്നിങ്സിലും വളരെ മനോഹരമായി ബംഗ്ലാദേശ് കളിക്കുന്നു. അതോടെ ഏറെക്കുറെ ഓസീസിൻ്റെ പരാജയം അവിടെ കുറിക്കപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് 57 റൺസിൻ്റെ ഒരു താരതമ്യേന വളരെ ചെറിയൊരു ലക്ഷ്യത്തിലേക്ക് അവർ അനായാസം നടന്നെടുക്കുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ആദ്യ പന്ത് മുതൽ തന്നെ, അത് തന്നെയാണ് ഓസീസ് ക്യാപ്റ്റനും സൂചിപ്പിച്ചത്, വളരെ മനോഹരമായിട്ട് ബംഗ്ലാദേശ് കളിച്ചിട്ടുണ്ട്. അർഹിക്കുന്നൊരു വിജയം കൂടിയാണ് ബംഗ്ലാദേശ് നേടിയിരിക്കുന്നത്. അത് ഓസീസ് ക്യാപ്റ്റനും സമ്മതിക്കുകയാണ്. കളി കണ്ട എല്ലാവരും, എല്ലാ ടെസ്റ്റ് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചും ഒരു സ്വപ്ന സമാനം ഒരു നിമിഷം കൂടിയായിരിക്കുന്നു. അതുതന്നെയല്ലേ നമ്മൾ ഈ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ശരിക്കും ഓസീസിന് എന്താണ് സംഭവിച്ചത്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം T20 ക്രിക്കറ്റ് വന്നതോടുകൂടി അതായത് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പേടിയായിരുന്നു ഏകദിന ക്രിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെയോ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ കഴിഞ്ഞ 2-3 സീസൺ നോക്കുകയാണെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിന് കൂടുതൽ ആൾക്കാർ, അത് കാണികൾ വരികയും ടെസ്റ്റ് ക്രിക്കറ്റിന് കുറച്ചും കൂടെ എന്താ പറയുക കാഴ്ചക്കാരെ കിട്ടുകയും ചെയ്യുന്നൊരു സമയമാണ്. അതിന് കാരണമാവുന്നതും ഇതേപോലത്തെ റിസൾട്ടുകളാണ്. കാരണം ഓസ്ട്രേലിയ പോലത്തെ ഇപ്പം നമ്മളറിയാം ഏതൊരു ഏഷ്യൻ കൺട്രിയും പോയി സ്ട്രഗിൾ ചെയ്യുന്ന, അതായത് ഏഷ്യൻ ബാറ്റ്സ്മാൻ വരും നമ്മുടെ ഇവിടെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന, ഏറ്റവും ടെക്നിക്കലി ബ്രില്യൻ്റ് ആയിട്ടുള്ള കളിക്കാർ പോലും ഓസ്ട്രേലിയൻ പിച്ചുകളിൽ പോകുന്ന സമയത്ത് സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയുടെ ആണെങ്കിലും ശ്രീലങ്കയുടെ ആണെങ്കിലും പാകിസ്ഥാൻ്റെ ആണെങ്കിലും ഒക്കെ ബാറ്റ്സ്മാൻമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലാണ് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ബംഗ്ലാദേശ് സംഘം ഓസ്ട്രേലിയയിൽ പോയിട്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് ജയിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് തീർന്നു എന്നുള്ളതാണ്. 4 ദിവസത്തെ ഒരു 2ാമത്തെ സെഷൻ്റെ ഉള്ളിൽ ആ ടെസ്റ്റ് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബംഗ്ലാദേശിന് സാധിച്ചു. അത് ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ പെർഫോം ചെയ്തിട്ടാണ് ബംഗ്ലാദേശ് മത്സരം വിജയിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ 7 ടെസ്റ്റ് മാച്ചുകൾ, അത്ഭുതം തോന്നാം ശരിക്കും നമുക്ക്, 7 ടെസ്റ്റ് മാച്ചുകൾ മാത്രമേ ഓസ്ട്രേലിയയും ബംഗ്ലാദേശും തമ്മിൽ കളിച്ചിട്ടുള്ളൂ. അതിൽ 5 മാച്ചുകളും ജയിച്ചത് ഓസ്ട്രേലിയയാണ്. ഇതിപ്പം ബംഗ്ലാദേശ് ജയിക്കുന്ന 2ാമത്തെ മാച്ചാണ്. ഇപ്പോൾ 2017 മിർപൂറിൽ ഷാക്കിബ് അൽ ഹസൻ്റെ ഒരു ഓൾറൗണ്ട് മികവിൽ ബംഗ്ലാദേശ് അവരുടെ നാട്ടിൽ ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് ജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇതിപ്പം ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് വിജയമാണ്. ഇന്ത്യക്കും പാകിസ്ഥാനും ശേഷം ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് വിജയം നേടുന്ന 3ാമത്തെ ഏഷ്യൻ രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ്. അപ്പോഴും നമ്മൾ നോക്കുക, ഇത്രയും പ്രതിഭാധനരായ കളിക്കാരുണ്ടായിരുന്ന ശ്രീലങ്കൻ ടീമിന് പോലും സാധിക്കാതിരുന്നൊരു നേട്ടമാണ് താരതമ്യേന അനുഭവ സമ്പത്ത് കുറഞ്ഞൊരു ടീമിനെ വെച്ചിട്ട് ബംഗ്ലാദേശ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ 2ാം ഇന്നിങ്സിൽ അവർ നേടിയ 426 റൺസ് എന്ന നേട്ടമാണ്. ആ ഓപ്പോസിഷൻ ബോളേഴ്സ് ആരാണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിച്ചൽ സ്റ്റാർക്കും ജോഷ് ഹേസൽവുഡും പാറ്റ് കമ്മിൻസും നാഥൻ ലിയോണും പോലുള്ള ബോളേഴ്സിനെതിരെയാണ്
ബംഗ്ലാദേശ് 426 റൺസ് അടിച്ചിരിക്കുന്നത്. ഇപ്പം 198 റൺസിന് ട്രാവിസ് ഹെഡും സ്റ്റീവ് സ്മിത്തും മാർണസ് ലബുഷൈനും കാമറോൺ ഗ്രീനും ഒക്കെ ഉള്ളൊരു ബാറ്റിംഗ് നിരയെ എറിഞ്ഞിടാനും അവർക്ക് സാധിച്ചു. ഇപ്പം ഹസൻ മഹമ്മൂദിൻ്റെ പ്രകടനം 2 ഇന്നിങ്സിലുമായിട്ട് നമ്മൾ കണ്ടതാണ്. ഹസൻ മഹമ്മൂദ് തന്നെയാണ് കളിയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടതും. അതിലൊരു ഇതുള്ളത് എനിക്ക് തോന്നുന്നു മെഹദി ഹസൻ മിറാസിന് ശരിക്ക് കളിയിലെ താരമായിട്ട് പരിഗണിക്കേണ്ടിയിരുന്നതിൽ ഏറ്റവും മുൻനിരയിലുള്ളൊരു താരം മിറാസ് ആയിരുന്നു എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് ഇന്നിങ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിനെ 400 കടത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മിറാസാണ്. ഇപ്പം മിറാസിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു 154 പന്തുകളോളം ഫേസ് ചെയ്തിട്ടാണ് മിറാസ് 65 റൺസ് എടുത്തത്. അപ്പം അതിൽ നോക്കുകയാണെങ്കിൽ ഈ വാലറ്റത്തെ ടസ്കിൻ അഹമ്മദിനെ ഒക്കെ കൂട്ടുപിടിച്ചിട്ട് മിറാസ് ചേർത്ത റൺസാണ് അവരുടെ ഒന്നാം ഇന്നിങ്സിൽ അവരുടെ ലീഡ് 228 റൺസിൽ എത്തിച്ചത്. ആ ബേസാണ്, അതായത് 228 റൺസ് എന്നുള്ള ബേസാണ് ശരിക്കും ബംഗ്ലാദേശിൻ്റെ വിജയത്തിന് അടിത്തറ പാകിയെന്ന് പറയേണ്ടി വരും. അതിൽ എന്താ പറയുക, ഓസ്ട്രേലിയൻ ബാറ്റ്സ്മാൻമാരെ ശരിക്ക് ഹസൻ മുഹമ്മദ് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിൽ കൂടി ബാറ്റിങ്ങിലും ബൗളിങ്ങിലും ഒരുപോലെ തിളങ്ങി. അപ്പം രണ്ടാം ഇന്നിങ്സിൽ മിറാസ് 5 വിക്കറ്റും കൂടെ വീഴ്ത്തുകയും ചെയ്തു. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ മിറാസിനെ പരിഗണിക്കേണ്ടതായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ടാമത്തെ ടെസ്റ്റ് മാത്രം കളിക്കുന്ന തൻസീദിൻ്റെ സെഞ്ചുറിയാണ്. അപ്പം ഓസ്ട്രേലിയ പോലത്തെ ഒരു ടീമിനെതിരെ ഓസ്ട്രേലിയൻ സോയിലിൽ ഒരു സെഞ്ചുറി, അത് കളിക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റിൽ തന്നെ സെഞ്ചുറി നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താ പറയുക, ബംഗ്ലാദേശിൻ്റെ ഒരു ക്രിക്കറ്റ് ഭാവി ശോഭനമാണ് എന്ന് തെളിയിക്കുന്ന കണക്കുകളാണ് അത് പലതും. അപ്പം ഇപ്പം ഷാൻഡോ ആണെങ്കിലും ഷാൻഡോൻ്റെ ഒരു 84 റൺ ഇന്നിങ്സ് ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു അത്. കാരണം അതൊരു കൂട്ടായ വിജയമാണ്. എല്ലാവരും ബാറ്റിംഗ് യൂണിറ്റ് ആണെങ്കിലും ബൗളിംഗ് യൂണിറ്റ് ആണെങ്കിലും ഒത്തുചേർന്ന് നേടിയൊരു വിജയമാണ് എല്ലാ സെഷനുകളിലും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ മുതൽ നോക്കുകയാണെങ്കിൽ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ ടീമിനെ കാണാം, ബോളിങ്ങിലാണെങ്കിലും ബാറ്റിങ്ങിലാണെങ്കിലും. ഇപ്പം മിച്ചൽ സ്റ്റാർക്ക് ഒരു ബംഗ്ലാദേശ് താരമായിട്ട് കോർക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഓസ്ട്രേലിയ ഫ്രസ്ട്രേറ്റ് ചെയ്തിട്ട് വിജയം നേടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശിന് ഒരു ഇരട്ടി മധുരം തന്നെയാണ്. നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിലെ പ്രധാന കാര്യം. കാരണം ബംഗ്ലാദേശിന്റെ വിജയത്തിന് ഇരട്ടി മധുരം നൽകുന്ന ഒരു കാര്യം, അവർ സ്പിൻ ബോളിങ്ങിലും പേസ് ബോളിങ്ങിലും ഒക്കെ ആധിപത്യത്തോടെ ഓസീസ് ടീമിനെതിരെ കളിച്ചു എന്നാണ്. സാധാരണഗതിയിൽ അങ്ങനെ ഓസീസിനോട് അത്ര ആധിപത്യത്തോടെ അങ്ങനെ ഇന്ത്യക്കായാലും മറ്റു ടീമുകൾക്കായാലും ഒക്കെ അങ്ങനെ കളിക്കാൻ സാധിക്കാറില്ല. ഇത് ആദ്യ ഇന്നിങ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 198 റൺസിന് ഓസ്ട്രേലിയ പേരുകേട്ട ഓസ്ട്രേലിയസ് ബാറ്റിംഗ് നിര കൂടാരം കയറുകയാണ്. ലബുഷൈൻ ഉണ്ടായിരുന്നു, സ്മിത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല രീതിയിൽ ടെസ്റ്റ് പിച്ചിൽ കളിക്കുന്ന ആൾക്കാരാണ്. സ്മിത്താണ് മാത്രമാണ് ഒരു അർദ്ധ സെഞ്ചുറിയുമായിട്ട് ആദ്യ ഇന്നിങ്സിൽ ഓസീസിന് ഒരു പ്രതീക്ഷ നൽകിയത്. ബാക്കി താരങ്ങൾക്കൊക്കെ വേഗം കൂടാരം കയറുകയാണിത്. ട്രാവിസ് ഹെഡ് ഉണ്ടായിരുന്നു, ജെയ്ക്ക് എതിരാളുണ്ടായിരുന്നു. അവരുടെ ഓപ്പണിംഗ് നോക്കിയാൽ നമുക്കറിയാം. കാരണം കഴിഞ്ഞ ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലൊക്കെ ഹെഡൊക്കെ 6ാം നമ്പറിലാണ് കളിച്ചത്. അത് മാറ്റി ഹെഡ് ഓപ്പണിംഗ് പൊസിഷനിലേക്ക് ഹെഡ് കളിക്കുന്ന പോലെ തന്നെ ഓപ്പണിംഗിലേക്ക് വന്നു. പക്ഷേ അതിൽ ഒരു മികച്ച ഒരു തുടക്കം നൽകാൻ അവർക്ക് സാധിക്കുന്നതേ ഇല്ല. അവിടെയാണ് ഈ ഹസൻ മഹമ്മൂദിന്റെ 6 വിക്കറ്റ്. അത് പേസ് ബോളിങ്ങിനൊക്കെ ഓസ്ട്രേലിയ ഇത്രത്തോളം വേർക്കുന്ന കാഴ്ച നമ്മൾ അടുത്തിടെ ഒന്നും കണ്ടിരുന്നില്ല. അത്ര മനോഹരമായിട്ട് ഹസൻ മഹമ്മൂദ് പന്തെറിഞ്ഞത്. ഹസൻ മഹമ്മൂദ് 6 വിക്കറ്റ് എടുത്തിട്ടാണ് ഓസീസ് ബാറ്റിങ്ങിന്റെ നട്ടലൊടിക്കുന്നത്. അങ്ങനെ ആദ്യ ഇന്നിങ്സിൽ എനിക്ക് തോന്നുന്നു 6 വിക്കറ്റോടെ ഓസീസ് ബാറ്റിങ്ങിന്റെ ആകെ താളം തെറ്റിക്കുകയാണ്. മുൻനിര ബാറ്റർമാർക്ക് ഒരു താളം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അത് ആദ്യ ഇന്നിങ്സിൽ മാത്രമല്ല, രണ്ടാം ഇന്നിങ്സിൽ സമാനമായിരുന്നു. അവരുടെ മുൻനിര ബാറ്റർമാർ ആകെ പാളുകയാണ്. ഒരു സ്മിത്ത് മാത്രമാണ് അല്പമെങ്കിലും ഒരു ക്ലാസ് പുറത്തെടുത്തൊരു ബാറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കി താരങ്ങൾക്കാരും അത്തരം ഒരു ബംഗ്ലാദേശ് ബോളർമാരെ പേസ് ബോളിങ്ങിനെ നേരിടാൻ സാധിക്കുന്നില്ല. രണ്ടാം ഇന്നിങ്സിലാവട്ടെ ബംഗ്ലാദേശിൻ്റെ ആദ്യ ഇന്നിങ്സിൽ 426 റൺസാണ് അവർ തിരിച്ചടിക്കുന്നുണ്ട്. അത് അത്ര മനോഹരമായിട്ട്, നേരത്തെ പറഞ്ഞു സ്റ്റാർക്കും ഹീസൽവുഡും പാറ്റ് കമ്മിൻസും ഒക്കെ അടങ്ങുന്ന അത്ര വളരെ ഗംഭീരത്തോടെ ആധിപത്യത്തോടെ ഇത്രയും കാലം കളിച്ചു വന്ന താരങ്ങൾ, പേര് കേട്ട ഒരു ഓസീസ് ബോളിങ്ങിനെയാണ് അവർ ഒരു കൂസലുമില്ലാതെ വളരെ മനോഹരമായിട്ട് നേരിടുന്നത്. അവിടെ തൻസീദിൻ്റെ സെഞ്ചുറി നേരത്തെ സൂചിപ്പിച്ചു. തൻസീദ് മാത്രമല്ല, ക്യാപ്റ്റൻ ഷാൻഡോയുടെ ഇന്നിങ്സ് 84 റൺസ് വന്നു, പിന്നെ മെഹദി ഹസൻ്റെ 65 റൺസ്. അങ്ങനെ ആ 3 താരങ്ങളും കൂടി ഓസീസിനെ വളരെ മികച്ച രീതിയിൽ നേരിടുകയും അവിടെയാണ് ഓസീസ് യഥാർത്ഥത്തിൽ ഒരു പ്രതിരോധം. നേരത്തെ മെഹദി ഹസൻ്റെ കൂട്ടുകെട്ടിനെ പറ്റി സൂചിപ്പിച്ചു. ആ കൂട്ടുകെട്ട് വന്നതോടുകൂടി തൻസീദിൻ്റെയും ഈ മെഹദി ഹസൻ്റെ ഒരു കൂട്ടുകെട്ട് വന്നതോടുകൂടി ഓസീസ് ആകെ പ്രതിരോധത്തിലാവുകയാണ്. പിന്നീട് അതിൽ നിന്ന് അവർക്ക് കരകയറാനാവുന്നതേയില്ല. അങ്ങനെയാണ് ഓസീസ് 300 കടന്ന് 400 ഓസീസിനെതിരെ ബംഗ്ലാദേശ് സ്കോർ ചെയ്യുന്നത്. അങ്ങനെ നിർണായകമായി 228 റൺസ് അവർ ലീഡ് സ്വന്തമാക്കുകയാണ്. അതിൽ നിന്നൊരു റിക്കവറി ചെയ്യാൻ വേണ്ടിയിട്ട് നിരക്ക് സാധിക്കുന്നേയില്ല. അങ്ങനെയാണ് രണ്ടാം ഇന്നിങ്സിൽ അവർ 254 റൺസിനാകെ കൂടാരം കയറുകയാണ്. നമ്മൾ ഈ ദിവസം കണ്ടു എങ്ങനെയാണെന്ന്. കാരണം അവർക്ക് തുടക്കം വളരെ മികച്ച രീതിയിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാനുള്ളൊരു തത്രപ്പാടിലാണ് ബാറ്റർമാരൊക്കെ ബാറ്റ് ചെയ്ത് വിക്കറ്റുകൾ പോകാതെ നേരിടാൻ വേണ്ടി ശ്രമിച്ചു കണ്ടു. നമ്മൾ ബംഗ്ലാദേശ്
ബോളർമാരെ നേരിടുന്നത് നമ്മൾ കണ്ടു. സ്മിത്തൊക്കെ ലബുഷൈനൊക്കെ ഒരു ക്രീസിൽ നിലയുറപ്പിച്ചുകൊണ്ട് ബാറ്റ് ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ അതിനെ പൊളിക്കുന്ന തരത്തിലേക്ക് 4ാം ദിനം എത്തുമ്പോൾ കാര്യങ്ങൾ ആകെ മാറി മറിയുകയാണ്. അവിടെയാണ് ഒരു ഘട്ടത്തിൽ അവർ ഇന്നിങ്സ് തോൽവിയുടെ ഒക്കത്തായിരുന്നു. അതായത് ഇപ്പം ഓസ്ട്രേലിയയിൽ ഇപ്പം 2 ടീമുകളാണ് ഓസ്ട്രേലിയക്കെതിരെ ഓസ്ട്രേലിയൻ മണ്ണിൽ ടെസ്റ്റ് ഇന്നിങ്സിന് ജയിച്ചത് 2 ടീമുകളേ ഉള്ളൂ. ഒന്ന് വിഷൻ സിംഗ് ബേദിയുടെ കീഴിലിറങ്ങിയ ഇന്ത്യൻ ടീമും ജാവേദ് മിയാൻദാദിൻ്റെ ക്യാപ്റ്റൻസിൽ കീഴിൽ കളിച്ച പാകിസ്ഥാൻ ടീമും. ശരിക്കും ഇതൊരു ചാൻസ് ആയിരുന്നു അവർക്ക്. അതിലാണ് കാമറോൺ ഗ്രീനിൻ്റെ ആ ഇന്നിങ്സ് തലയുയർത്തി നിൽക്കുന്നത്. എന്തൊക്കെ ബാക്കി ബാറ്റ്സ്മാൻമാരൊക്കെ പരാജയപ്പെട്ടാലും ശരിക്കും നമ്മളൊരു T20 ടീമിലേക്ക് പരിഗണിക്കുന്ന ഒരു ഓൾറൗണ്ടർ ആയിരുന്നു ശരിക്കും കാമറോൺ ഗ്രീൻ ഒരു പ്രോപ്പർ ടെസ്റ്റ് പ്ലെയർ ആണെന്ന് ശരിക്കും ഇന്ന് തെളിയിക്കുന്നതായിരുന്നു. കാരണം 150+ ബോൾസ് എന്താ പറയുക ഗ്രീൻ നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഗ്രീനും അലക്സ് കാരിയും ചേർന്നിട്ടുള്ള ഇന്നിങ്സാണ്. ഏകദേശം 133 പന്തുകളോളം ആ കൂട്ടുകെട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ണർഷിപ്പാണ് ശരിക്കും അവരെ ഇന്നിങ്സ് തോൽവി ഒഴിവാക്കാൻ സഹായിക്കുന്നത്. അല്ലെങ്കിൽ അത് ബംഗ്ലാദേശിനവരുടെ ഒരു നാണം കെട്ട തോൽവിയിലേക്ക് തന്നെ, അതായത് ഓസ്ട്രേലിയ പോകുമായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിച്ചതും ആ കൂട്ടുകെട്ടാണ്. പിന്നെ നമ്മളിതിൽ നോക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ മിച്ചൽ സ്റ്റാർക്കിൻ്റെയും ഹേസൽവുഡിൻ്റെയും പാറ്റ് കമ്മിൻസിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഇവരൊക്കെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന താരങ്ങളാണ്. അപ്പം എല്ലാവർക്കും മിക്കവാറും ആൾക്കാർ നോക്കുകയാണെങ്കിൽ 35+ ഏജുള്ള ആൾക്കാരാണ്. അടുത്തൊരു തലമുറ ഇപ്പം എന്താ പറയുക, ഈ ട്രയോനെ വെച്ചിട്ട് ഓസ്ട്രേലിയ T20യിലും 1 ഡേയിലും ടെസ്റ്റിലും അത്ഭുതങ്ങൾ കാണിക്കുന്നത് നമ്മളിതിൻ്റെ മുൻപും കണ്ടിട്ടുണ്ട്. കാരണം എന്താ പറയുക, സ്റ്റാർക്കിൻ്റെയും ഹേസൽവുഡിൻ്റെയും കമ്മിൻസിൻ്റെ ഒക്കെ ഒരു ബോളിംഗ് അറ്റാക്കിനോട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ബാറ്റിംഗ് നിര വളരെ കുറവായിരുന്നു. സമീപകാലത്ത് ഓസ്ട്രേലിയ നേടിയ വിജയങ്ങളുടെയൊക്കെ അടിത്തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോളിംഗ് ട്രിയോ തന്നെയായിരുന്നു. അപ്പോൾ ആ ബോളിംഗ് യൂണിറ്റിന് പ്രായമേറുന്നു. ആ ബോളിംഗ് യൂണിറ്റ് ഇപ്പം താരതമ്യേന പ്രായം കുറഞ്ഞ ടീമാണ്, ഒരു യുവനിരയാണ് ബംഗ്ലാദേശിനുള്ളത്. അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇൻറ്റൻസിറ്റി, ഗെയിമിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങൾ അതിനോട് കോപ്പപ്പ് ചെയ്യാൻ ഓസ്ട്രേലിയക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം ഇതിന്ന് പുതിയ താരങ്ങൾ, അതായത് പുതിയ ബോളേഴ്സിനെ ഓസ്ട്രേലിയ ഉയർത്തിക്കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഇവർക്ക് പകരക്കാരായി അതിനുള്ള സമയമായി ശരിക്കും. കാരണം സ്കോട്ട് ബോളണ്ടൊക്കെ ഇനിയിപ്പോൾ ഇവർക്ക് പകരം വരാനുള്ള സ്കോട്ട് ബോളണ്ട് ആണെങ്കിലും ഇത്രയും പ്രായമുള്ള ബോളറാണ്. അപ്പം ഓസ്ട്രേലിയൻ ഇത്രയും പോലത്തെ ഒരു അതായത് ഓസ്ട്രേലിയ പേര് കേട്ട പേസ് അറ്റാക്കാണ്. ആ പേസ് അറ്റാക്ക് ഒന്നും അല്ലാതായി പോകുന്നൊരു കാലത്തിലേക്കാണ് നമ്മൾ മൂവ് ആവുന്നത് എന്നുള്ളതാണ്. കാരണം ഇനിയിപ്പം ബംഗ്ലാദേശിൻ്റെ അടുത്തൊരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയക്കെതിരെ ആദ്യ ടെസ്റ്റ് പരമ്പര എന്നുള്ളതാണ്. അതിൽ ഇനി അടുത്ത് നടക്കുന്ന ടെസ്റ്റ് പരമ്പര ഡ്രോ ആക്കിയാൽ പോലും അവർക്ക് അതിന് സാധിക്കും. അപ്പം ഇപ്പം നോക്കുകയാണെങ്കിൽ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് പട്ടികയിൽ ഇന്ത്യക്ക് മുകളിലാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഭാവി ശോഭനമാണെന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും ഇത്തരം ഒരു സാഹചര്യം നോക്കുന്ന സമയത്ത്. അതാണ് എല്ലാവരും നോക്കുന്നത്. അതായത് ഇനി ഒരു പരമ്പര വിജയം കൂടി, ഇനി ഒരു ടെസ്റ്റ് മത്സരം കൂടി ജയിച്ചാൽ ഓസീസ് മണ്ണിൽ ഒരു പരമ്പര വിജയം ബംഗ്ലാദേശിന് സ്വന്തമാവും. അത് കഴിയുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ വളരെ നിർണായകമാണ്. ഇന്ത്യക്കും ഈ മത്സരഫലം വളരെ നിർണായകമാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചു, ഓസ്ട്രേലിയയാണിപ്പോൾ തോറ്റില്ലെങ്കിലും ഓസ്ട്രേലിയയാണ് തലപ്പത്ത് നിൽക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പോയിന്റ് ടേബിളിൽ 5ാമതാണുള്ളത്. ബംഗ്ലാദേശ് 4ാം സ്ഥാനത്താണുള്ളത്. അത് നേരത്തെ അവരുടെ പോയിന്റ് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. നേരത്തെ 58% അവരുടെ പോയിന്റ് ശതമാനം ഉണ്ടായിരുന്നത് ശരാശരി. അത് ഈ വിജയത്തോടു കൂടി 66ലേക്ക് അവർ വർദ്ധിപ്പിക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയാകട്ടെ അതിലും പിന്നിലാണുള്ളത്. അപ്പോൾ ഇന്ത്യക്ക് ഇപ്പം ശ്രീലങ്കയ്ക്കെതിരായ ഒരു വിജയം കൊണ്ട് ഈ വിജയം മാത്രമല്ല, പരമ്പര തൂത്തുവാരിയാൽ മാത്രമേ അങ്ങനെ ഒരു പോയിന്റ് ടേബിളിലേക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ പോലും ഈ ഫൈനൽ 2 ഇടം പിടിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഷ്കരമാണ്. കാരണം ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും വളരെ മുന്നിലാണുള്ളത്. ഇനിയും പരമ്പരകൾ വരാനുണ്ട്. എന്നിരുന്നാൽ പോലും വിദേശത്തെ ഒരു വിജയങ്ങൾ അവർക്ക് കൂടുതൽ ഒരു കളിക്കും മുന്നോട്ടുള്ളൊരു പോക്കിനൊക്കെ വളരെ സഹായകമായിരിക്കും. അങ്ങനെ അതിന് സാധിച്ചാൽ മാത്രമേ ഇനി ഒരു ടെസ്റ്റ് ക്രിക്കറ്റിൽ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു ആധിപത്യം ഉറപ്പിക്കുന്ന തരത്തിലേക്ക് അവർക്ക് മുന്നേറാൻ വേണ്ടി കഴിയുകയുള്ളൂ. നേരത്തെ ഇന്ത്യയുടെ കാര്യം പറഞ്ഞു. ഇന്ത്യ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ 2 തവണ തോറ്റൊരു ടീമാണ്. 3ാം തവണയൊക്കെ ഇനി സാധ്യതയുണ്ട്. പക്ഷെ അതിന് ഒരു ഉറപ്പിക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ കടക്കണമെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഒക്കെ വളരെ മികച്ച രീതിയിൽ കളിച്ചാൽ മാത്രം ഇന്ത്യക്ക് ഒരു തൂത്തുവാരൽ, ശ്രീലങ്കയ്ക്കെതിരെ ഒരു തൂത്തുവാരൽ എന്ന രീതിയിലേക്ക് ഇന്ത്യക്ക് പോകാൻ കഴിയുള്ളൂ. അങ്ങനെ കളിച്ചാൽ മാത്രമേ ഇന്ത്യക്ക് ഇനി ഒരു പ്രതീക്ഷ, ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു പരിവർത്തന ഘട്ടത്തിലാണ് ഇന്ത്യ ഉള്ളത്. ബംഗ്ലാദേശിന് സമാനമായ അവസ്ഥ തന്നെയാണ്. നേരത്തെ എത്ര താരങ്ങളുണ്ടായി, ഇപ്പോഴും മുഷ്ഫിഖർ റഹീം കളിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സീനിയർ താരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ സീനിയർ താരങ്ങൾ കൂടെ കൊഴിഞ്ഞുപോക്കുണ്ടാവും. അതിനുശേഷം
ശേഷം ടീമിനെ പുതുതായിട്ട് വാർത്തെടുക്കേണ്ടതുണ്ടാവും. അങ്ങനെ പുതുതായിട്ട് വാർത്തെടുത്തിട്ട് ഒരു ടീമിനെ ടെസ്റ്റ് കളിക്കാൻ പറ്റിയ ഒരു ടീമിനെ ബിൽഡ് ചെയ്താൽ മാത്രമേ ടീമുകൾക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നേരത്തെ ഗ്രീനിൻ്റെ കാര്യം വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. കാരണം ഗ്രീന് നമ്മളെപ്പോഴും കരുതിയത് എന്താണ്, ഒരു T20 ഫോർമാറ്റിൽ കളിക്കാൻ പറ്റിയൊരു താരം എന്ന രീതിയിൽ മാത്രമാണ് നമ്മൾ ഗ്രീനിനെ കണ്ടത്. പക്ഷേ ഗ്രീനത് തെളിയിച്ചു കഴിഞ്ഞു. 5-ാം നമ്പറിൽ വളരെ മികച്ച രീതിയിൽ തനിക്ക് കളിക്കാൻ സാധിക്കുമെന്ന് ഗ്രീന് തെളിയിച്ചു കഴിഞ്ഞു. ഹെഡ് ഇന്ത്യക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഹെഡാണ് 5-ാം നമ്പർ പൊസിഷനിൽ കളിച്ചത്. അപ്പോൾ ഓസ്ട്രേലിയക്ക് ഒരു 5-ാം നമ്പർ കളിക്കാൻ പറ്റിയ താരത്തെ ആ ഘട്ടത്തിൽ ഓസ്ട്രേലിയ കണ്ടെത്തിയിരുന്നില്ല. ഇപ്പോൾ ഹെഡ് ഓപ്പണിംഗ് പൊസിഷനിലേക്ക് വന്നതോടുകൂടി ഗ്രീൻ 5-ാം നമ്പർ പൊസിഷനിലേക്ക് കളിക്കുകയും 5-ാം നമ്പർ പൊസിഷനിൽ വളരെ മനോഹരമായിട്ട്, അതായത് നമ്മൾ ആ ഇന്നിങ്സിൻ്റെ വന്നൊരു സമയം നമുക്കറിയാം. ഇന്നിങ്സ് തോൽവി വരുമോ, ഇന്നിങ്സ് തോൽവി നേരിടേണ്ടി വരുമോ എന്ന ചോദ്യം ഉയർന്നൊരു ഘട്ടത്തിലാണ് വളരെ മനോഹരമായിട്ട്, അതായത് ബംഗ്ലാദേശിൻ്റെ സ്പിൻ ബോളിങ്ങിനെ മെഹദി ഹസൻ ഓസ്ട്രേലിയൻ ബാറ്റർമാരെ നിരനിരയായി വീഴ്ത്തിയ ഒരു ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആ കണ്ടീഷനിൽ സ്പിൻ ബോളിങ്ങിനെ നേരിടാൻ പ്രയാസപ്പെട്ട ഘട്ടത്തിലാണ് ഗ്രീനിൻ്റെ ആ ഇന്നിങ്സ് വരുന്നത്. ആ ഇന്നിങ്സിൻ്റെ പ്രാധാന്യം എവിടെയാണ്? കാരണം 4-ാം ദിനം എനിക്ക് തോന്നുന്നു 3ഓളം വിക്കറ്റുകളാണ് ആ ദിനം മെഹദി ഹസൻ 3-4 വിക്കറ്റുകളാണ് മെഹദി ഹസൻ വീഴ്ത്തിയത്. അപ്പോൾ മെഹദി ഹസൻ്റെ മുന്നിൽ ഓസ്ട്രേലിയൻ ബാറ്റർമാർ പതറുന്ന ഘട്ടത്തിലാണ് ഗ്രീൻ പരമാവധി പിടിച്ചു നിന്നുകൊണ്ട് ഒരു ലോങ് ഇന്നിങ്സ് ബിൽഡ് ചെയ്യുന്നത്. ഗ്രീനിൻ്റെ സെഞ്ചുറി അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ T20 ക്രിക്കറ്റിൽ മാത്രമല്ല റെഡ് ബോൾ ക്രിക്കറ്റിലും വളരെ മനോഹരമായിട്ട് കളിക്കാൻ കഴിയും ഇങ്ങനെ ഒരു ഇന്നിങ്സ്. കാരണം 5-ാം നമ്പറിലൊക്കെ ഒരു ഇന്നിങ്സ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ അത്ര കേപ്പബിൾ ഉള്ള ഒരു താരത്തിന് മാത്രമേ അങ്ങനെ 5-ാം ഇന്നിങ്സിൽ ഒരു ടീമിന് നിർണായകമായൊരു സംഭാവന നൽകാൻ കഴിയും. അത് ഗ്രീന് നിറവേറ്റിയിട്ടുണ്ട്. അങ്ങനെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഗ്രീൻ T20 ഫോർമാറ്റിൽ മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിലും ഓസ്ട്രേലിയക്ക് നിർണായക സംഭാവന നൽകുന്ന താരമായിരിക്കും. പക്ഷേ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മാർണസ് ലബുഷൈൻ്റെ ഒരു പെർഫോമൻസ് ആണ്. വളരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു ഈ മത്സരങ്ങളിലുടനീളം ലബുഷൈൻ കാഴ്ചവെച്ചത്. നമ്മൾ ലബുഷൈൻ്റെ വരവൊക്കെ അറിയാം. പരിക്കേറ്റ് ഈ സബ്ബായിട്ടാണ് ലബുഷൈൻ ടെസ്റ്റ് ടീമിലേക്ക് വരികയും പിന്നീട് ടീമിൻ്റെ ഒരു നിർണായക താരമായിട്ട് മാറുകയും ചെയ്തു. പക്ഷേ ലബുഷൈൻ നിരാശപ്പെടുത്തി. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു ടെസ്റ്റ് ക്രിക്കറ്റിലാണ് ലബുഷൈൻ്റെ ഒരു ശൈലി വെച്ചിട്ട് ഏറ്റവും കൂടുതൽ തിളങ്ങാൻ സാധിക്കുന്ന ഒരു ഫോർമാറ്റ് ലബുഷൈനെ സംബന്ധിച്ച് ടെസ്റ്റ് ക്രിക്കറ്റാണ്. പക്ഷേ എന്തുകൊണ്ടോ ലബുഷൈന് അത്തരത്തിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങിയിട്ട് പോലും അത്തരത്തിലൊരു ഇമ്പാക്റ്റ് മത്സരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതേയില്ല. അവിടെയാണ് മുൻനിര ബാറ്റർമാർ, ലബുഷൈൻ മാത്രമല്ല ഹെഡിൻ്റെ കാര്യം പറഞ്ഞു, ഓപ്പണിംഗ് കളിച്ചു ജെയ്ക്ക് വെദറാൾഡ്. പിന്നെ ഇന്ത്യക്കെതിരെ കളിക്കുമ്പം കോൺസ്റ്റാസ് ആയിരുന്നു ഓപ്പണിംഗ് ഇറങ്ങിയിരുന്നത്, ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ട് ഓപ്പണിംഗ് ഇറങ്ങിയത്. അപ്പോൾ മാറി ഇപ്പോൾ ജെയ്ക്ക് വെദറാൾഡിൽ എത്തി. അങ്ങനെ ഒരു സുസ്ഥിരമായ ഒരു ഓപ്പണിംഗ് ജോഡി ഓസ്ട്രേലിയക്ക് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്നിരുന്നാൽ കൂടിയും ഓസ്ട്രേലിയയുടെ മുൻനിര കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ബാറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. അങ്ങനെ മാത്രമേ ഓസ്ട്രേലിയക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എല്ലാവരും ഇനി അടുത്ത മത്സരത്തിനായി ഉറ്റുനോക്കുകയാണ്. ഏതായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ച് ചരിത്ര വിജയമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഒരു പുതിയ ചരിത്രം രചിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശ് മടങ്ങുന്നത്. ഇനി ഏവരും ഉറ്റുനോക്കുന്നത് അടുത്ത ടെസ്റ്റ് മത്സരത്തിൽ ജയിച്ച് ബംഗ്ലാദേശ് പരമ്പര സ്വന്തമാക്കും. അതും ഓസീസ് മണ്ണിലെ ഒരു പുതിയ അധ്യായം കുറിച്ച് ബംഗ്ലാദേശ് ക്രിക്കറ്റ് മടങ്ങുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്.